നെടുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് ടേക്ക് ഇറ്റ് ഈസിയുടെ ഒരു എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടീം എന്ന് പറയുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു. അവരോടൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. 3 റൗണ്ടിലെ സമ്മാനങ്ങളും വാങ്ങിച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്. ഇനി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പേരെന്താണ്? നല്ല പേരാണല്ലോ ഭദ്ര. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? ഭദ്ര നല്ല പേരല്ലേ? ആരെ പേരിട്ടാണ്? അമ്മയാണ്. ഇതിന്റെ അർത്ഥം ശരിക്കും ദേവി അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആരാധനാ ദേവി ആയതുകൊണ്ട്. ഓ, അങ്ങനെ പേരിട്ടതാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, അച്ഛമ്മ, അനിയൻ. അച്ഛമ്മ കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ട്? ഓ, എന്ത് ഏത് സീരിയൽ കഥകളാണ്? അല്ലല്ല, കൊച്ചിലെ ഉള്ള കഥകളൊക്കെ. ഓക്കെ. ആ ഒരു അമ്മമ്മ പറഞ്ഞിരുന്ന ആ കാലഘട്ടത്തിലെ ആ ഒരു സംഭവങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ? ഈ സത്യസന്ധത അന്നൊക്കെയാണല്ലോ കൂടുതൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞ വെറും ഇതാണ്. അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ടോ? ഓക്കെ. ഭദ്രയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? എന്റെ കെയർലെസ്നെസ് ഒന്ന് മാറ്റണം. അതെന്താ കാര്യം? അതെന്താണ് അങ്ങനെ വരാൻ കാരണം? എന്താണ്? എന്തോ പരീക്ഷ സമയമാകുമ്പോ ഭയങ്കരമായിട്ട് അശ്രദ്ധകൾ വരും. പരീക്ഷാ സമയത്തോടനുബന്ധിച്ച് അത് ടെൻഷൻ കൊണ്ടാണ് ആയിരിക്കാം. വീട് എവിടെയാണ് ഭദ്രയുടെ? വാവറമ്പലം. ഇതിന്റെ അടുത്താണോ? അല്ല, കുറച്ച് പോകാൻ. അസ്സലാമു അലൈക്കും. എവിടെയാ സ്ഥലം? എവിടെയാണ്? കന്യാകുളം. ഇവിടെ തന്നെ. ഓക്കെ. പേരെന്താണ്? അൻഹ ഫാത്തിമ. ഇവിടെ ഏതാ ഗ്രൂപ്പ് എടുത്തിരിക്കുന്നത്? സയൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ? അല്ലല്ല, ഹ്യൂമാനിറ്റീസും കൊമേഴ്സും. കൂട്ടുകാരി എന്താ? ഞാൻ സയൻസ്. ഒരേ ക്ലാസ്സിൽ തന്നെയാണ്? അല്ലല്ല, ഡിവിഷൻ വേറെ വേറെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ മുന്നേ പഠനം ഇവിടെ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കാലത്ത് മാത്രം വന്നതാണ്? ഹയർ സെക്കൻഡറി വന്നതാണ് അല്ലേ? എങ്ങനെയുണ്ട് ഹയർ സെക്കൻഡറി കാര്യങ്ങളൊക്കെ പറയും? നല്ല സ്കൂളാണ്, നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും വളരെ പോസിറ്റീവായിട്ടെല്ലാം മുന്നിട്ട് നിൽക്കുന്ന ഒരു വിദ്യാലയം കൂടിയല്ലേ ഈ ഒരു വിദ്യാലയം എന്ന് പറയുന്നത്. ഇപ്പം സ്പോർട്സ് ആണെങ്കിലും അതിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്? നമ്മള് മാത്സ് പ്രോജക്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ സപ്പോർട്ടിങ്ങിനായിട്ട് ഒപ്പന അങ്ങനെയൊക്കെ കലാമേഖലയിലൊക്കെ കലോത്സവ പരിപാടിയിലൊക്കെ എല്ലാം പോയിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ല. ഭക്ഷണം കഴിച്ചോ? കഴിച്ചില്ല. കഴിച്ചില്ല. അവസരം കിട്ടിയിട്ടില്ല അല്ലെ? കഴിക്കാനുള്ള സമയം കിട്ടിയില്ല. രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? 5 മണിക്ക്. സത്യം പറ. 5 മണിക്ക്. ട്യൂഷന് പോണ? ട്യൂഷൻ 6 മണിക്കുണ്ട്. 6:30 പോകണം. എത്ര മണിക്ക്? ഒരു 6:15 അവിടെ എത്തും. അങ്ങനെയൊക്കെ എത്തും. വീട് എവിടെയാണ്? വീട് ചാത്തമ്പാട്. ഓക്കെ. പേരെന്താണ്? നന്ദന. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഒരുപാട് സംശയങ്ങളൊക്കെ ഉള്ള, ക്ലാസ് റൂമിൽ ഭയങ്കര സംശയങ്ങളുള്ള ആളാണ്. ചെറുതായിട്ട് തൊട്ടേനും തുടങ്ങുന്ന എല്ലാ സംശയങ്ങളായിരിക്കും. അപ്പൊ ടീച്ചർ എപ്പോഴും പറഞ്ഞു, എന്റെ നന്ദനെ നിന്റെ ഈ സംശയം ഒന്ന് നിർത്ത്, ഞാൻ ക്ലാസ് എടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. യാത്രകൾ ഇഷ്ടമുള്ള ഒരാളാണോ നന്ദന? എന്താണ് ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടുന്ന നിമിഷം എപ്പോഴാണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അങ്ങനെ ഒരു വൈബ് ഉണ്ടാവുന്ന സമയം എപ്പോഴാണ് നന്ദനയ്ക്ക്? ചില ആൾക്കാർ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ചില ആൾക്കാർ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് യാത്രകള്. നന്ദനയ്ക്ക് ഏത് രീതിയിലാണ്? ഒരു സിനിമ കാണുമ്പോ തിയേറ്ററിൽ പോയിട്ട് എങ്ങനെയാലും പോവുക ചെയ്യുമ്പോ അതൊക്കെ കൂട്ടുകാരൊക്കെ ഒന്നിച്ച് സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ? പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഉണ്ടല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട് നന്ദനയുടെ? അച്ഛൻ, അമ്മ, അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ 10ാം ക്ലാസ്സിൽ. ഓക്കെ. അമ്മ കൂടുതലായിട്ടും നന്ദനയ്ക്ക് തരുന്ന ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? നീ ഇങ്ങനെ വെറുതെ ചുമ്മാ സംശയം പറഞ്ഞോണ്ടിരിക്കില്ല, അങ്ങനെ ഒന്നും പറഞ്ഞായിരുന്നു? ഇല്ല, സൗണ്ട് കുറക്കണം എന്ന് പറയും. എന്റെ സൗണ്ട് നല്ല കൂടുതലാണ്. പേരെന്താണ് കൂട്ടുകാരൻ? ആദിത്യനാഥ്. സുഖമായിരിക്കുന്നു ആദിത്യ? ഹാപ്പിയാണ്? അടിപൊളിയാണ്. സ്പോർട്സിലാണോ ആദിത്യനാഥ് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ കല എങ്ങനെ? കഥ എഴുത്തുണ്ട്. ഓക്കെ. അപ്പൊ അതിലെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉണ്ട്. സ്വന്തമായിട്ട് എഴുതിയിട്ടുണ്ടോ കഥകൾ? എത്ര കഥകൾ എഴുതിയിട്ടുണ്ട്? നോക്കിയിട്ടില്ല. അത്ര മാത്രം ഉണ്ട്. പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? ഇവിടത്തെ കുറെ മാഗസീനിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ പഠിക്കുന്ന സമയം ഇവിടെ പഠിക്കുമ്പോ അല്ലേ? ഓക്കെ. എങ്ങനെയുള്ള കഥകളാണ് കൂടുതൽ താല്പര്യം? പ്രണയം, അല്ലെങ്കിൽ നമ്മുടെ ആനുകാലികം, അല്ലെങ്കിൽ ജീവിതം, ലൈഫുമായി ക്രൈമുമായി ബന്ധപ്പെട്ടുള്ള കഥകളാണ്? അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണാറുണ്ടോ? ഓക്കെ. ചില ആൾക്കാർ ഈ ക്രൈം കഥകളൊക്കെ മലയാള സിനിമയിൽ പിറവിയെടുക്കുന്നത് ഇംഗ്ലീഷ് സിനിമകളിൽ നിന്നൊക്കെയാണെന്ന് പൊതുവെ പറയാറുണ്ട്. മലയാള സിനിമയിലെ ക്രൈം ത്രില്ലറുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഇംഗ്ലീഷിന്റെ ഒരു ടച്ച് വരും. അതെങ്ങനെ വരുമ്പോൾ താങ്കൾക്കൊരു ഇതെങ്ങനെയാണ്? കഥകൾ ഇങ്ങനെയുള്ള ക്രൈം ത്രില്ലറുകൾ എഴുതുമ്പോൾ എവിടുന്നെങ്കിലും കേട്ട് കേൾവിയുള്ള അതെന്തെങ്കിലും താങ്കളുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ടോ? ഞാൻ എഴുതണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ ഈ സ്വപ്നം കാണും. ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ സ്വപ്നം കാണും. അത് വെച്ചാണ് ഞാൻ എഴുതുന്നത്. ആ സ്വപ്നം മനസ്സിൽ ഓർത്ത് വെച്ച് പിന്നെ വലുതാക്കി അങ്ങനെയാണ് എഴുതും. ഓക്കെ. സമയം ഇതെങ്ങനെയാ സമയം കണ്ടെത്തുന്നത്? എഴുതാൻ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ, പകൽ, രാത്രി എങ്ങനെയാണ്? എഴുതാൻ തോന്നുമ്പോ ഒക്കെ അങ്ങനെ എഴുതും. ഓക്കെ. പിന്നെ എന്തുകൊണ്ട് പുറത്ത് ഔട്ട് ഓഫ് ഇങ്ങനെ ഒരു പബ്ലിഷ് ചെയ്തിട്ടില്ല? അതിനൊരു അവസരങ്ങൾ ഒരുപാട് പബ്ലിഷ് ടീമൊക്കെ ചെയ്യില്ല, കൊടുത്തിട്ടില്ല. കൊടുക്കണ്ട. കുറെ കഥകൾ എഴുതിയിട്ടുണ്ടാവില്ലേ? ഓക്കെ. പേരെന്താണ്? മഹസിൻ. നല്ല സൗണ്ട് ആണല്ലോ. മഹസിൻ നൂറയുടെ അടുത്തോട്ടേക്ക് പാട്ട് പാടോ മഹസിൻ? ഒരു പാട്ട് പാടി കേൾക്കട്ടെ. ഇഷ്ടമുള്ളൊരു പാട്ട്. ദൂരെ ഒരു മഴവില്ലിൻ ഏഴാം വർണ്ണം പോൽ
തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നൻ ഇടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാദരാഗങ്ങളേറ്റു പാടുന്നു ഭൂമിയും മാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പാവിഴമഴയേ നീ പെയ്യുമോ ഇന്നീവളേ നീ മൂടുമോ വെൺപനി മതിലുകളിലെ മലരുള്ളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. അടിപൊളി കേട്ടോ. അല്ല സൗണ്ട് കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ഒക്കെ അല്ലേ? അല്ല അങ്ങനെ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ ഫ്രണ്ട്സ്. 6ാം ക്ലാസ്സിന്റെ സൗണ്ട് ആണെന്ന് പറഞ്ഞു. ഉമ്മ ഇന്നലെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അടിപൊളി. ശരി, പേരെന്താണ്? എന്റെ പേര് വീനസ്. വീനസ്. എവിടെയാ സ്ഥലം? എവിടെയാ വീനസിന്റെ? ഇവിടെ അടുത്ത ചാത്തമ്പാട്. അപ്പൊ ഈ നിങ്ങളുടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇവിടെ, പ്രത്യേകിച്ചും ഈ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നെടുവേലി ഇതിനുള്ള അടുത്തുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരം ഈ ഹിസ്റ്റോറിക്കൽ മീൻസ് നമ്മളൊരു ചരിത്രത്തിന്റെ ഒക്കെ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു വിദ്യാലയം കൂടിയാണ്. അതിൽ ഒരുപാട് പേര് പഠിച്ചിറങ്ങിയ വിദ്യാലയങ്ങളാണ്. പഠനവും കായികം കല മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിദ്യാലയം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പിന്നെ എടുത്തു പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയുള്ളത്? നമ്മുടെ ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. ഇപ്പൊ ഒരു ആവശ്യം വന്നാൽ ഞങ്ങളിവിടെ NSS യൂണിറ്റ്, ഗൈഡ്സ് യൂണിറ്റ് എന്നിങ്ങനെ ഓരോരോ യൂണിറ്റ് ആയി പ്രവർത്തിക്കുന്ന ഹയർ സെക്കൻഡറിയിൽ, ഹൈസ്കൂളും അതനുസരിച്ച് തന്നെ ഒരുപാട് യൂണിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ കർമ്മബോധമൊക്കെ നടത്താൻ വേണ്ടി ഒത്തിരി അധികം കാര്യങ്ങൾ ഈ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് അതിനെതിരെയുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ക്ലാസും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ NSS യൂണിറ്റും അതുപോലെ ഗൈഡ്സ് യൂണിറ്റും ഒക്കെ ഒരുപാട് മൈംസ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി, ഈ പ്രോഗ്രാമിന്റെ പേര് ടേക്ക് ഇറ്റ് ഈസി എന്നാണ്. ഇത് കേരള വിഷൻ ചാനലിലെ തിരുവനന്തപുരം ജില്ലാ ചാനലായ മീഡിയ പ്ലസ് ചാനലിലൂടെ ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. അരമണിക്കൂർ പ്രോഗ്രാമാണ്. ചോദിക്കുന്നത് GK ആണ്. GK എന്ന് പറഞ്ഞാൽ ഭയങ്കരം അന്താരാഷ്ട്ര കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്യാറില്ല. എന്നാൽ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, കേട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇന്നെന്തായിരുന്നു സ്പെഷ്യൽ ഫുഡിന്? അപ്പൊ രാവിലെ ആക്കി വെക്കുന്നത് എന്താണ്? അങ്ങനെ രാവിലെ കിച്ചണിൽ കയറുന്ന സമയമില്ല അല്ലെ? രാവിലെ കിച്ചണിൽ കയറുന്ന ഉമ്മയാണ്. ഇന്ന് ഗോതമ്പ് ദോശയിൽ മറ്റേ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട്. ഇതിന് 3 റൗണ്ടാണ് ഉള്ളത്. ഇവിടെ ക്വിസ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടൊക്കെ ചിലപ്പോൾ തോന്നും. അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങനെ തോന്നുന്നില്ലല്ലോ. സിമ്പിൾ ആയിട്ട് 3 റൗണ്ടിന് ഓരോ പേരുണ്ട്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്, സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട്, തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. 6 പേരിൽ എനിക്ക് ഒരു മത്സരാർത്ഥിയാണ് വേണ്ടത്, ഒരാൾ. അറിയില്ലെങ്കിൽ ഞാൻ പാസ് ചെയ്യാം. തുടർന്ന് ആരും ഉത്തരം പറയുന്നു അവർ രണ്ടാമത്തെ 3ാമത്തെ റൗണ്ടിൽ മത്സരിക്കും. പിന്നെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉത്തരം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു. അല്ലാതെ ഈ എക്സാം ഇരുന്നിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയാം. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. നമുക്ക് പിള്ളേർക്കൊക്കെ അറിയുന്ന ഇപ്പൊ നമുക്കറിയില്ല ആ കാലഘട്ടം. അപ്പൊ ഇതിൽ ആരാ ഞാൻ ചോദ്യം ചെയ്യേണ്ടത്? ഒരു ആന്തരി മാത്രമേ ഉള്ളൂ. അപ്പൊ ആന്തരി മത്സരിച്ചാലോ അല്ലേ? ചോക്ലേറ്റ് ബോയ്. വീട്ടിലാരൊക്കെയാന്ന് പറഞ്ഞേ? വീട്ടിൽ അമ്മ അച്ഛനിയൻ. അച്ഛൻ എന്റെ കൃഷി വകുപ്പിൽ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ കവടിയാറിൽ വെക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ കാർഷിക മേഖലയായിട്ട് എങ്ങനെ വീട്ടില് മോനി എങ്ങനെ? അച്ഛനൊക്കെ അറിയാം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട് ആണ്. എൻട്രി റൗണ്ടിലെ മത്സരാർത്ഥികളുടെ ഞങ്ങളുടെ ചോദ്യമാണ്. ഇവരൊക്കെ റെഡിയാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഇപ്പോ ഇവർക്കുള്ളൂ. ഞങ്ങളും കഴിച്ചിട്ടില്ല. പറഞ്ഞ പോലെ ഗോതമ്പ് ദോശ ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പൊ ഒരു മധുരമുള്ള ഒരു ചെറിയൊരു ചോദ്യം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട്. ചോദ്യം: ഒരു സ്വപ്നം എന്താണ്? ഇന്നത് പഠിച്ച് ഇന്ന മേഖലയിൽ ജോലി. നിങ്ങൾ സയൻസ് അല്ലേ? ഞാൻ എല്ലാവരും സയൻസ് അല്ല, വേറെ കോമേഴ്സ്. മോൻ സയൻസ്. ഞാനും സയൻസ് ആയിരുന്നു. ഞാനിപ്പോ മീഡിയ മേഖലയിലെത്തി. പഠിച്ച് എന്തായിരുന്നു ഒരു ആഗ്രഹം? പഠിച്ചിട്ട് ഇന്ന മേഖല? ഫിലിം ഡയറക്ടർ. പോകാൻ നേരത്തെ പേഴ്സണലായിട്ട് കാണണം. ഫിലിം ഡയറക്ടറൊക്കെ ഭയങ്കരം, അതിനോടാ കൂടുതൽ ഇഷ്ടം. അച്ഛനോടൊക്കെ പറഞ്ഞോ ഇങ്ങനെ എനിക്ക് ഫിലിം മേഖലയാണ് പഠിക്കാൻ താല്പര്യം എന്നൊക്കെ പറഞ്ഞിരുന്നു? കഥ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ അറിയാവോ? ചെയ്തിട്ട് ശീലമുണ്ടോ? ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തോ? ഇവിടെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ? ഓക്കെ. ചോദ്യം: പുറത്തു പോയിട്ടുണ്ടോ? ഗൾഫ് കൺട്രിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? പഠിച്ച് നന്നായിട്ട് പഠിച്ചേക്കാൻ ജോലിയൊക്കെ ചെയ്തു. ചോദ്യം: അബുദാബി സർക്കാരിന്റെ, പഠിക്കണ്ട കേട്ടോ, അബുദാബിയിലേക്ക് വെറുതെ നമുക്ക് ചുമ്മാ ഒരു യാത്ര പോകാം. അബുദാബി സർക്കാരിന്റെ ഉന്നത സിവിലിയൻ ബഹുമതിയായ അബുദാബി അവാർഡ് 2021 അർഹനായ മലയാളി വ്യവസായി ആര് എന്നുള്ളതാണ് ചോദ്യം. സിമ്പിൾ ആണേ. അബുദാബി സർക്കാർ നൽകുന്ന ഒരു അവാർഡാണിത്. അവാർഡിന്റെ പേര് അബുദാബി അവാർഡ് 2021, കഴിഞ്ഞ വർഷം.
ഇത് നേടിയ മലയാളി വ്യവസായി, മലയാളി ബിസിനസ്മാൻ ആരാന്നുള്ളതാണ് ചോദ്യം. ആരാണ് ഈ ഒരു അവാർഡ് നേടിയ മലയാളി? PSC ക്ക് വന്ന ചോദ്യം കേട്ടോ ഇത്. മനസ്സിലായില്ലേ? PSC ക്കൊക്കെ വന്ന ചോദ്യമാണത്. അപ്പോൾ അത് അത്രയും ഭയങ്കരമായിട്ട് അബുദാബി അവാർഡാണ് കേട്ടോ. ആരായിരിക്കും ഒരു മലയാളി ബിസിനസ്മാൻ, മലയാളി വ്യവസായി? അറിയില്ലെങ്കിൽ പാസ് ചെയ്യാം. ആരായിരിക്കും? യൂസഫ് അലി യൂസഫ് അലി സാഹിബ് എന്ന് പറയും. മത്സരാർത്ഥി നമ്മളെ ആള് എന്നാൽ യൂസഫ് അലി, അത് MA യൂസഫ് അലി, ഞാൻ എന്നാൽ യൂസഫ് അലി. മത്സരാർത്ഥി അതിന് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല. കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത് MA യൂസഫ് അലി എന്നാണ് പറഞ്ഞത്. അബുദാബി അവാർഡ് 2021 അർഹയായ മലയാളി ബിസിനസ്മാൻ ആരെന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ മത്സരാർത്ഥിക്ക് അതിന്റെ ശരി ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. കൂട്ടുകാർ പറഞ്ഞിരിക്കുന്നത് MA യൂസഫ് അലി സാഹിബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് വിശേഷിപ്പിക്കുന്ന MA യൂസഫ് അലി സാഹിബ് എന്നുള്ളത് റൈറ്റ് ആൻസർ. MA യൂസഫ് അലി. മലയാളി ബിസിനസ് താരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ബിസിനസ് മേഖലയിൽ ഒരു ചരിത്രം കൊണ്ടുവന്നത് യൂസഫ് അലി സാഹിബ് തന്നെയാണ്. അതിൽ വേറെ ഇനിയൊരു മാറ്റമൊന്നുമില്ല. ഇനി പിന്നെ ഒരു പുതിയ ആൾ ഉണ്ടാവുമെന്ന് ഇനി പറയാൻ പറ്റത്തില്ല. അതൊക്കെ ചോദിച്ചില്ല. ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനമാണ് ഞങ്ങളുടെ എൻട്രി റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഇതിന് മുന്നേ സമ്മാനങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ടോ? എന്തിനൊക്കെയാണ്? SPC ക്വിസ് സ്റ്റേറ്റ്സില് പിന്നെ അങ്ങനെ കുറച്ച് ക്വിസിനൊക്കെ സ്റ്റേറ്റ് വരെ മത്സരിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകണം. ഇനി താങ്കൾ തന്നെ മത്സരിക്കണം. മൈക്ക് പിടിച്ചു പറയണ്ടായിരുന്നല്ലോ ഉത്തരം. കുഴപ്പമില്ല. അതായത് സെക്കൻഡ് റൗണ്ടിൽ വേറെ ചോദ്യം. ഈ റൗണ്ടിന്റെ പേര് ഈസി റൗണ്ട് എന്നാണ്. പേര് ഈസി ആയിരിക്കും, കുറച്ചും കൂടി ടഫായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ആലോചിച്ച് പറയാം. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ട് ആണ്. ഒന്ന് പേര് പറഞ്ഞൊന്നുകൂടി. നന്ദനയാണ് ഇതിൽ മത്സരിക്കുന്നത്. മത്സരാർത്ഥി റെഡിയാണ്. ചോദ്യം ചോദിക്കാം. സെക്കൻഡ് റൗണ്ട് ഈസി. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ആഗ്രഹം താങ്കൾക്ക്, ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞു. താങ്കളുടെ ഒരു ആഗ്രഹം? ഒരുപാടുണ്ട്. എന്നാലും ഒരു ഭയങ്കര സന്തോഷം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? ഇന്ത്യയുടെ പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ കുന്നോളം ചിന്തിച്ചാൽ നമ്മൾക്ക് കുന്നിക്കുരോളം കിട്ടത്തുള്ളൂ അല്ലേ? ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു ഭാവി ഇന്ത്യൻ പ്രസിഡന്റിനോടുള്ള എന്റെ ഒരു ചോദ്യമാണ്. ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ഓപ്പറേഷൻസും കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. മൃഗങ്ങൾക്ക് ഓപ്പറേഷൻ നൽകുന്നത്, മനുഷ്യർക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത്, അങ്ങനെ പല വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ മൃഗശാല എവിടെയാണെന്ന് അറിയാമോ? നല്ല ചോദ്യമല്ലേ? തലവറ്റുന്നുണ്ടോ? ഇല്ല. ഇഷ്ടപ്പെട്ട മത്സ്യം ഏതാണ്? കഴിക്കാൻ എല്ലാം കഴിക്കും. അപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ മൃഗശാല എവിടെയാണ്? ആ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നുള്ളതാണ്. നല്ല, അത് പുതിയ അറിവല്ലേ? പുതിയ ചോദ്യമല്ലേ? അത് രസമുള്ള ചോദ്യം അല്ലേ? മത്സ്യത്തിന് ശസ്ത്രക്രിയ, അത് ഭയങ്കര കേട്ടിട്ടുണ്ടോ? നീ സത്യം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയ മൃഗശാല എവിടെയാണ്? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആ മൃഗശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതെ, അതെവിടെ? നമുക്ക് സ്ഥലമാണ് വേണ്ടത്. തിരുവനന്തപുരം മൃഗശാലയിലാണോ ആദ്യമായിട്ട് മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയത്? എനിക്ക് അത്രേ അറിയത്തുള്ളൂ അല്ലേ? അത്രേ അറിയത്തുള്ളൂ. ആള് പറയുന്നത് തിരുവനന്തപുരം മൃഗശാലയിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയത് എന്നാണ് പറയുന്നത്. കൂട്ടുകാർ എന്ത് പറയുന്നത്? തിരുവനന്തപുരം ആണെന്ന് തോന്നുന്നില്ല. ആയിരിക്കും. മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയത് താങ്കൾ പറയുന്നത് തിരുവനന്തപുരത്ത് ഉറച്ചിക്കാണ്. തെറ്റിയ പോട്ടെ അല്ലേ? കുഴപ്പമില്ല. ആള് പറയുന്നത് തിരുവനന്തപുരം മൃഗശാലയിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മത്സ്യത്തിന് ശസ്ത്രക്രിയ നടത്തിയതെന്നാണ് പറയുന്നത്. നല്ല ചോദ്യമാണ്. പക്ഷെ ആൾ ഉത്തരം പറഞ്ഞിരിക്കുന്ന ഉത്തരം റൈറ്റ് ആൻസർ. അപ്പൊ ഈ രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനം, നിങ്ങൾ ഈസി റൗണ്ടിലെ മറ്റൊരു ചോദ്യത്തിനുള്ള സമ്മാനം. ഈ സമ്മാനം നൽകുന്നത് നമ്മുടെ മ്യൂസിക് മേഖലയിലൊക്കെ, മ്യൂസിക് ടീച്ചറാണ് ഇദ്ദേഹം, ഇപ്പൊ റിട്ടയർഡ് ആണ്. പക്ഷെ എന്തായാലും മ്യൂസിക് മേഖലയിലും കാർഷിക മേഖലയിലൊക്കെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട ഒരു അധ്യാപകനെയാണ് ഞാൻ ക്ഷണിക്കുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട കബീർ മാഷ്, പെരുമാഷ്. അപ്പോ മാഷാണ് സമ്മാനം നൽകുന്നത്. ആൾക്കുള്ള രണ്ടാമത്തെ റൗണ്ടിലെ സമ്മാനമാണ് കബീർ മാഷാണ് നൽകുന്നത്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ട് ആണ്. ഇത് ഞങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് നമ്മുടെ വാട്സപ്പിലേക്ക് കുറെ ചോദ്യങ്ങൾ, അവരുടെ കയ്യിലുള്ള ചോദ്യങ്ങളൊക്കെ അയച്ചു തരും. അതിൽ ഏതോ ഒരാൾ അയച്ചെന്ന ചോദ്യമാണ് ഞാൻ നന്ദനോട് ചോദിക്കുന്നത്. നന്ദൻ അതിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഒരു ബമ്പർ സമ്മാനം. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ. ഇപ്പൊ പിന്മാറുകയാണെങ്കിൽ 2 സമ്മാനം കൊണ്ട് പിന്മാറാം. ചോദ്യം കേട്ടിട്ട് പിന്മാറാൻ പറ്റത്തില്ല. എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ റൗണ്ടിലേക്ക് വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കിറ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല.
മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ടിലെ നന്ദനയോടുള്ള ഞങ്ങളുടെ ചോദ്യം. ചോദ്യം അയച്ചു തന്നിരിക്കുന്നത് ബിനു എന്ന് പറയുന്ന കൂട്ടുകാരാണ്. സ്ഥലം പറഞ്ഞിട്ടുള്ള മൊബൈൽ നമ്പർ ഉണ്ട്. ബിനു ആണ് ഈ ചോദ്യം അയച്ചു തന്നിരിക്കുന്നത്. നല്ല ചോദ്യമാണ് കേട്ടോ. നമുക്ക് അറിയാം, സ്ത്രീകൾ ഇപ്പൊ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുന്നു. ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു സ്ത്രീയുടെ ഒരു സാന്നിധ്യം ഉണ്ടാവും. അത് ഏത് മേഖലയാണെങ്കിലും. ചോദ്യം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ക്ഷേത്രങ്ങളിൽ ഈ പൂജാരിമാർ, അവിടെ മാത്രമേ പൊതുവെ നമ്മൾ സ്ത്രീകൾ പൂജാരിമാർ എന്ന് പറയുന്ന സ്ഥാനത്ത് അങ്ങനെ സ്ത്രീകൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? പൂജാരിമാരായിട്ട് അങ്ങനെ കണ്ടിട്ടുണ്ടോ? പൂജാരി ഉണ്ട്. ഓക്കെ, പൂജാരി അവിടെ ഉള്ളില് പൂജ ചെയ്യുന്നത് സ്ത്രീയാണോ? ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ആയിരിക്കും. ശരി, ഓക്കെ, ആവട്ടെ, അറിയില്ല. ചോദ്യം PSC വന്നൊരു ചോദ്യമാണ്. സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൂജാരിമാരെ ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? സർക്കാർ നിയന്ത്രണത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടല്ലോ. അവിടെ സ്ത്രീകളെ, ആ ക്ഷേത്രത്തിൽ സ്ത്രീകളെ, ഈ സ്ത്രീകൾ പൂജാരിമാരാകുമ്പോൾ അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ഓക്കെ. പക്ഷേ സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൂജാരിമാരായി നിയമിക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം അത് കേരളമല്ല. കേരളത്തിൽ ഏത് രീതിയിൽ അത് നടക്കുന്നു പറയാനും പറ്റത്തില്ല. ആദ്യ സംസ്ഥാനം ഏതാ? നല്ല ചോദ്യമല്ലേ ഇത്? ചോദിച്ച രണ്ട് ചോദ്യം നല്ല രസമുള്ള ചോദ്യമായിരുന്നു അല്ലേ? സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൂജാരിമാരായി നിയമിക്കാൻ തീരുമാനിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമല്ല, നമ്മളൊരു അടുത്ത ഒരു സംസ്ഥാനം. ചോദ്യം മനസ്സിലായില്ലേ? സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രം, അവിടെ സ്ത്രീകളെ പൂജാരിമാരായിട്ട് നിയന്ത്രിക്കാനുള്ള ആ ഒരു കൊണ്ടുവരാനുള്ള സംഭവം കൊണ്ടുവന്ന ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏത് സംസ്ഥാനത്തായിരിക്കും സ്ത്രീകൾ പൂജാരിമാർ? ഭയങ്കര രസമായിരിക്കും കേട്ടോ അത്. നല്ല ചോദ്യം കേട്ടോ, നല്ല അടിപൊളി ചോദ്യം. മൂന്നാമത്തെ റൗണ്ട് ആലോചിച്ചോ. അങ്ങോട്ട് നോക്കുമ്പോ ഇന്നസെന്റ് പോലെ അങ്ങോട്ട് നോക്കൂന്ന്. സംസ്ഥാനാണേ, ആലോചിച്ച് പറയണം. ഒറ്റൊരു ഉത്തരേ പറയാൻ പാടുള്ളൂ. കൂട്ടുകാരി എന്ത് പറയുന്നു? തമിഴ്നാട് എന്ന് പറയുന്നു. കൂട്ടുകാരി എന്ത് പറയുന്നു? തമിഴ്നാട് എന്ന് പറയുന്നു. കർണാടക എന്ന് പറയുന്നു. കർണാടക എന്ന് പറയുന്നു. രണ്ടുപേര് തമിഴ്നാട്, ബാക്കിയെല്ലാം കർണാടക. താങ്കൾ എന്ത് പറയും? കർണാടകയിൽ നിന്ന്. ഹലോ, കർണാടക മതി. ആള് പറഞ്ഞിരിക്കുന്നത് കർണാടക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ സ്ത്രീകളെ പൂജാരിമാരായിട്ട് നിയമിക്കാനുള്ള ഒരു സംഭവം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏത് ക്ഷേത്രം എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സംസ്ഥാനം എന്നുള്ളതാണ്. ആള് പറഞ്ഞിരിക്കുന്ന കർണാടക എന്ന് പറയുന്ന ഉത്തരം തെറ്റാണ്. അതിന്റെ ശരി ഉത്തരം തമിഴ്നാട് എന്നുള്ളതാണ്. ഞാൻ വീണ്ടും ഞാൻ അവസരം തന്നിട്ടുണ്ടാവും. ഒന്ന് ആലോചിക്കൂ എന്ന് പറയും. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, താൻ തന്നെ തിരിച്ചു തരും. താൻ തന്നെ ഗിഫ്റ്റ്. അതല്ല. ഓക്കെ, അപ്പൊ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ചോദ്യം അറിഞ്ഞില്ലേ? ഇങ്ങനൊരു സംഭവം ഉണ്ട്. നാളെ എന്തെങ്കിലും PSC അല്ലെങ്കിൽ എക്സാമിനൊക്കെ വരുമ്പോൾ എഴുതിക്കും. അപ്പൊ എഴുതുമ്പോൾ ഞങ്ങളൊക്കെ കുറച്ച് ആൾക്കാരെ ഓർത്താൽ മതി. അപ്പൊ എന്നാലും പരിചയപ്പെട്ട സന്തോഷം. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ. നെടുവേലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചിട്ടാണ് ടേക്ക് ഇറ്റ് ഈസിയുടെ ഈ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയും വിദ്യാർത്ഥിനികളൊക്കെ പരിചയപ്പെടാൻ പറ്റി. ഒരു സ്കൂളിന്റെ ഒക്കെ ഒരു ബ്രേക്ക് ടൈമാണ് ഇപ്പം. ഒരു എന്താ പറയാ, അത്രയും സുന്ദരമായിട്ട് എല്ലാവരും ഒത്തുകൂടി ഒരു ഫുട്ബോളൊക്കെ കളിക്കുന്ന, ഒരു കുഞ്ഞു ബോൾ കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. ഒരുപാട് നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സൗഹൃദം ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടി സോഷ്യൽ മീഡിയകളൊക്കെ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സൗഹൃദങ്ങളൊക്കെ പുതുക്കുവാനും പുതിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കുവാനും ഒക്കെ വേണ്ടിയിട്ട്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതിനു മുമ്പ് നല്ല ചോദ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പറിലേക്ക് അയച്ചുതരാം. നിങ്ങൾ അയക്കുന്ന ചോദ്യങ്ങൾ പ്രേക്ഷകരോ അല്ലെങ്കിൽ മത്സരാർത്ഥികളോട് ചോദിച്ചിട്ട് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ചോദ്യം അയച്ചു തന്ന വ്യക്തികളുള്ളതായിരിക്കും സമ്മാനം. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ ഹയർ സെക്കൻഡറിയിലെ മൂന്നാമത്തെ റൗണ്ടിൽ ചോദിച്ച ചോദ്യം അയച്ചത് വിനുവേട്ടനാണ്. വിനുവേട്ട, നിങ്ങൾക്കൊരു ഗംഭീര സമ്മാനമുണ്ട്. അത് വിനുവിനെ തേടിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. തൽക്കാലം വിടാം.